എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഐക്കുന്ന് പാണ്ഡവഗിരി ക്ഷേത്രത്തിലാണ്. ത്രേതായുഗത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് പാർലം പഞ്ചായത്തിലെ വെങ്ങണശ്ശേരി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രം. 12 വർഷത്തെ വനവാസത്തിൽ പാണ്ഡവ രാജകുമാരന്മാർ ഭാര്യ ദ്രൗപദിയോടൊപ്പം ഇവിടെ തങ്ങുകയും കഠിനമായ തപസ്സുകൾ ചെയ്യുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. തൃശ്ശൂരിൽ കുടുംബമായൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടേക്ക് വരാവുന്നതാണ്. നിങ്ങളെ ഒരു ദിവസം ഇവിടേക്കായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ദൈവികമായ അനുഭൂതി ഉണ്ടാകുമെന്നുള്ള കാരണം കൊണ്ട് മാത്രമല്ല, ഈ സ്ഥലം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നുള്ള കാരണം കൊണ്ടും കൂടിയാണത്. ഇതൊരു കുന്നായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തൃശ്ശൂരിലെ പല ഭാഗങ്ങളും കാണാൻ സാധിക്കും. ക്ഷേത്രത്തിലെ ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, പാണ്ഡവർ ഇവിടെ വന്ന് ദേവിയുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും ദയയുടെയും അനുഗ്രഹം നേടി എന്നാണ് അറിയപ്പെടുന്നത്. പുരാതന കാലത്ത് പാണ്ഡവ രാജകുമാരന്മാർ ഇവിടെ തപസ് ചെയ്യാൻ വരുന്നതിനും വളരെ മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ, അതായത് പാണ്ഡവഗിരി കുന്നുകളിൽ വളരെ കാലമായി പല സന്യാസിമാരും കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പാണ്ഡവർ പിന്നീട് ദേവിയുടെ അനുഗ്രഹം സമ്പാദിച്ച് പൂർണ്ണമായ സംതൃപ്തിയോടെയാണ് ഇവിടെ നിന്നും മടങ്ങിയത്. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിനെ കുറിച്ച് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും തൃശ്ശൂരിൽ ഒരു ദിവസം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഐക്കുന്ന് പാണ്ഡവഗിരി ക്ഷേത്രം എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ പാലക്കൽ കഴിഞ്ഞ് വെങ്ങണശ്ശേരി സെൻട്രലിൽ നിന്ന് നേരെ വരുമ്പോൾ റൈറ്റ് സൈഡിലായി കുത്തനെയുള്ളൊരു കയറ്റം കാണാം, ഒരു കുന്നുപോലെ. രാവിലെയും വൈകുന്നേരം മാത്രമാണ് മിക്കവാറും ക്ഷേത്ര കവാടം തുറന്നിട്ടുണ്ടാവുക. അങ്ങനെ ആ റൈറ്റ് സൈഡിലേക്ക് കയറുമ്പോഴാണ് കവാടത്തിലേക്കുള്ള വഴി കാണുക. ക്ഷേത്രത്തിന് ചുറ്റും ടാർ ചെയ്ത റോഡുകളാണ് ഉള്ളത്. ഈ വഴികളിലൂടെ നടക്കുമ്പോൾ അചഞ്ചലമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വഴിയുടെ ഇരുവശങ്ങളിലും ഇടതൂർന്ന മരങ്ങളും വള്ളിച്ചെടികളും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇതിലെ നടക്കുവാൻ. എന്തായാലും ഒഴിവു ദിവസങ്ങൾ ആനന്ദകരമാക്കാൻ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ നല്ലൊരു സ്ഥലം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വരാവുന്നതാണ്. എന്തായാലും ഇവിടെ
വരുമ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂരിൻ്റെ പൂർണ്ണമായ കാഴ്ചയും, അതായത് തൃശ്ശൂരിൻ്റെ ഭംഗി തന്നെ ആസ്വദിക്കാനുള്ള വഴി ഇവിടെയുണ്ട്. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തൃശ്ശൂരിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും കാണാൻ സാധിക്കും ഇവിടെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ.